കാട്ടുപന്നി ശല്യം വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിൽ മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളിലെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ ചേർന്നു. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രം കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്ത് കൃഷിയിടം കൂടുതൽ സുരക്ഷിതമാക്കാൻ ഫലപ്രദമായ മാർഗങ്ങൾ ജനപങ്കാളിത്തത്തോടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഇവരെ താമസിക്കുന്നത് കാട്ടിലാണ്. നമ്മുടെ പ്രദേശത്തുകൊണ്ട് ഒരുപാട് കാടുകളുണ്ട്. കൂടുതലനുസരിച്ച് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചാത്തറ പഞ്ചായത്തിലും വിവിധ മേഖലയിലൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകൾ കാട് കൂടി അങ്ങോട്ട് തിരിഞ്ഞു വെക്കാത്ത അവസ്ഥയാണ്. നമുക്ക് അതിനാണ് പ്രധാനമായിട്ട് ഒരു പരിഹാരം കാണേണ്ടതാണ്. ആ കാട് എങ്ങനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നതിനെ സംബന്ധിച്ചാണ് ഒരു ചർച്ച ചെയ്യേണ്ടത്. രണ്ടാമത് നമുക്കറിയാം, നമ്മുടെയൊക്കെ ഇതേപോലെയുള്ള കൂട്ടായ്മകളും പലരുടെയും ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇതിനെ വെടിവെക്കാനുള്ള ഒരു ഉത്തരവ് നൽകിയിട്ടുള്ളത്. നേരത്തെ ഇത് ഉത്തരവ് നൽകാനുള്ള അധികാരമൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനായിരുന്നു. ഒരുപാട് നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് ഇതിനെ വെടിവെക്കാൻ ഉത്തരവ് നൽകാനുള്ള അധികാരം നൽകിയിട്ടുള്ളത്. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതോടൊപ്പം സമീപകാലത്തായി കാട്ടുപന്നികൾ നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇരു ഗ്രാമപഞ്ചായത്തുകളിലെയും ഏകദേശം 10-ലധികം വരുന്ന വാർഡുകളിൽ കാട്ടുപന്നി ശല്യം ഇപ്പോഴും രൂക്ഷമാണ്. മാവൂർ ഗ്രാസിം ഫാക്ടറിയുടെ കീഴിലുള്ള കാട് മൂടിക്കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയിലും തരിശായി കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ നിന്നുമാണ് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കാട് വെട്ടി പന്നിയുടെ ആവാസ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിന് നടപടിയെടുക്കണമെന്നും നായാട്ടുൾപ്പെടെ നടത്തി കാട്ടുപന്നികളെ തുരത്തണമെന്നും കൺവെൻഷനിൽ കർഷകർ ആവശ്യപ്പെട്ടു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, ചാത്തമംഗലം മാവൂർ പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ ദിവ്യപ്രകാശ്, പ്രസന്നകുമാരി, ഗീതാ കാവിൽപുറായി, വളപ്പിൽ റസാഖ്, ശിവദാസൻ ബംഗ്ലാവിൽ, മാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കോയക്കുട്ടി, പീടികപ്പാറ സെക്ഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിനോയ് ടി, ഷൂട്ടർമാരായ ചന്ദ്രമോഹനൻ, അനീഷ് എന്നിവർ സംസാരിച്ചു. സൽമാൻ ചാലിൽ, വി കെ കരീം മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. കൺവീനറായി സൽമാൻ ചാലിൽ, ചെയർമാൻ അബ്ദുൾ റസാഖ് അരയങ്കോട്, കോർഡിനേറ്ററായി മാവൂർ പഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അബ്ദുൾ റസാഖ് നന്ദിയും പറഞ്ഞു. കാട് പിടിച്ച് കിടക്കുന്നത് സ്ഥലം, ആ കാട് പിടിച്ച് കിടക്കുന്നത് എന്തായാലും പുറത്തേക്കല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ ഇവരെ യൂസ് ചെയ്യാൻ ഒരു 2, 3, 4, 5 പേരെ എംപാന്റെ ഷൂട്ടേഴ്സിനെ എല്ലാം നിങ്ങൾക്ക് വിളിച്ചിട്ട് ഒരുമിച്ച് വെടിവെച്ച് കൊല്ലാൻ നിലവിലുള്ള നിയമത്തിനകത്തൊന്നും ഇപ്പോൾ കുറേ റിലാക്സേഷനൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതാണ് വൈൽഡ് ലൈഫ് നിയമം. കാരണം പന്നിയെ അവർ വെച്ച് കൊന്നാൽ അവർ പോകും. പക്ഷെ ബാക്കി നടപടികൾ ഫണ്ടില്ല, പൈസ ഇല്ലാത്ത ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഒന്നാമത് 1000 രൂപയായിട്ട് ഈ ഷൂട്ടർമാർക്ക് കിട്ടുമെന്ന് പറയുന്നത് അത് അവർക്ക് തന്നെ അത് നഷ്ടത്തിൽ ഓടുന്ന ഒരു സംഭവമാണ്. കാരണം വെടിയുണ്ടൊക്കെ തന്നെ 300 രൂപ വരുമെന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും അത് ഇവർ എവിടെ പോയി വാങ്ങിക്കൊണ്ടുവരണം. അഥവാ ഒന്ന് വെടിവെച്ച് കിട്ടിയില്ലെങ്കിൽ അത് മിസ്സാവും ചെയ്യും. അങ്ങനെ ഓരോ കാരണത്താൽ അത് നീണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ കൂട്ടമായ തീരുമാനത്തിൽ ഗവൺമെന്റ് അതോറിറ്റിയിലേക്ക് അത് ഏത് അറ്റം വരെ പോകണമെങ്കിലും അവിടെ പോയിട്ട് ഫണ്ട് കുറച്ചുകൂടി പഞ്ചായത്ത് തലത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിലല്ലാതെ ഗവൺമെന്റ് തലത്തിലേക്കുള്ള ഫണ്ട് കൊണ്ടുവരാനുള്ള എല്ലാ മാർഗനിർദ്ദേശവും നമ്മൾ തേടേണ്ടതുണ്ട്. നമ്മൾ അതിലേക്കുള്ള വഴി ഒരുക്കേണ്ടതുണ്ട്. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.